നമുക്കിന്ന് ഈവനിങ് സ്നാക്കായിട്ടൊരു പക്കാവട ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തുടങ്ങാം. ഒരു 2 ചെറിയ സവോളയാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് ഒരുവിധം ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറു കഷ്ണം ഇഞ്ചിയും ഞാൻ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടികൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് 2 ടീസ്പൂണോളം ഇടാവുന്നതാണ്. ഞാനിപ്പോൾ അപ്പം കൂടിയുള്ള കാരണം അതിൻ്റെ അളവ് കുറച്ചാണ് ഇടുക. മുളക് പൊടി അതിന് എരിവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് സാദാ മുളക് പൊടി ഇടാം. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ്. പിന്നെ കായം ഒരു 1/4 ടീസ്പൂണ്, ഒരു നുള്ള് സോഡ പൗഡർ, ബേക്കിംഗ് സോഡയുടെ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ എരിവാണ് ഇപ്പോൾ ഞാനിതിൽ കുറച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കൂട്ടിയിടാവുന്നതാണ്. ഈ സവോള എന്ന് പറയുന്നത് നന്നായി നമ്മുടെ കൈ കൊണ്ട് അങ്ങോട്ട് ഉടഞ്ഞ പോലെ ആവണം. അതുപോലെ അങ്ങോട്ട് അപ്പോൾ അതിൽ നിന്ന് നീരൊക്കെ വരും. അതൊക്കെ അങ്ങനെ വരുമ്പോഴാണ് അതിലേക്ക് എല്ലായിടത്തേക്കും ഈ പച്ചമുളകും ഇഞ്ചിയും ചതച്ചല്ലേ നമ്മളിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ പിടിക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയാണ്ട് പിടിച്ച് നന്നായി യോജിക്കുക. അങ്ങനെ യോജിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് കടലമാവാണ് ഞാൻ ഇടുന്നത്. 1/2 ഗ്ലാസ് മൈദ, ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നൈസ് പൊടിയാണ് അരിപ്പൊടി. 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. സ്പൂൺ എടുത്ത് വയ്ക്കാൻ മറന്നു, അതുണ്ടായത്. 2 ടേബിൾ സ്പൂൺ, സ്പൂണല്ല കേട്ടോ, 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ഇത് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റണം. അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് മറിച്ചെടുക്കണം. അത് ഈ സബോളയുടെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ ആ പൊടി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് വെള്ളമൊഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും കുറേശ്ശെ നമ്മളിതൊക്കെ വാങ്ങി വയ്ക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നുമില്ല. ആ വെള്ളത്തിൻ്റെ കളർ നോക്കണ്ട, ഞാൻ ആ പൊടി എടുത്ത ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് എനിക്ക് പൊടിക്കനുസരിച്ചാണ് നമ്മൾ വെള്ളം, ഇപ്പോൾ അളവ് പറയാൻ പറ്റില്ല. ഒഴിച്ച് വരട്ടെ. ഒരു സ്വല്പം അളവാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ പോലെയാണെന്ന് വെച്ചാലും അതിന് കുറേശ്ശെ നമുക്ക് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഒരു അഴഞ്ഞ പോലെ വേണം നമുക്കത് എടുക്കാൻ. എന്നാൽ വെള്ളം അധികം കൂടുതൽ പാടില്ല. അങ്ങനെ ഒരു അളവാണ് ഇതിന് വേണ്ടത്. നന്നായി കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേസമയം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. ചായക്ക് ഇത് കൊടുക്കുമ്പോഴേ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഓടി വന്നിട്ട് ഇതിങ്ങനെ പറക്കി തിന്നോളും. അപ്പോൾ നമ്മൾ
എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് എന്നുള്ള നിലയ്ക്ക് പക്കവട ഒരു ബെസ്റ്റ് പലഹാരമാണ്. തിന്നാനും രസമുണ്ട്. ചായക്കൊക്കെ ഒരു രുചി കൂടും പക്കവട കഴിക്കുമ്പോൾ. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം, ഉപ്പ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൽ പാകമാണ് കേട്ടോ ഞാനിട്ട ഉപ്പ്. ഇനി നമുക്കിത് പഴഞ്ഞിരിക്കണുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ തുണ്ടെടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുക ചെയ്യുക. അപ്പോൾ എണ്ണ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാത്ത ഇങ്ങനെ മീഡിയത്തിലിട്ടാൽ മതി കേട്ടോ തീയേ. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഒന്നായി വരണമല്ലോ. അപ്പോൾ മുകളിൽ ആദ്യം മുരിയും, ഉള്ളിൽ ആയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയത്തിൽ വെച്ചിട്ട് ഇടാം. അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പമുള്ളൊരു പലഹാരമാണ് അത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. എനിക്കിങ്ങനെ കുറച്ച് എരിവൊക്കെയുള്ള പലഹാരം ഇഷ്ടം ചായക്ക് കേട്ടോ. മധുരമുള്ളതൊന്നും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ചെറിയ ചൊടിയാണ്. അപ്പോൾ എൻ്റെ പക്കവടയിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ചൊടി കുറവൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും മതി. പിന്നെ ചിലർക്കൊക്കെ ഈ ആണുങ്ങൾക്കൊക്കെ നല്ല ചൊടിയിൽ കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് മുളക് എൻ്റെ പക്കവടയിൽ പോരായി വരും. ഞാനിപ്പോൾ അപ്പമുള്ള കാരണം സ്വല്പം മുളക് കുറച്ചിട്ടാണ് ഞാൻ ചേർക്കുക. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വേഗം പെട്ടെന്നായി കിട്ടും ചെയ്യും കേട്ടോ. അധികം നേരമൊന്നും വേണ്ട. വേഗം നമുക്ക് പാരിയെടുത്ത് ഇടാവുന്നതാണ്. പായിൻ്റെ നമുക്കെടുക്കാം. അങ്ങനെ കോരി എടുത്ത് നല്ല ടേസ്റ്റായ പക്കവടയാണ്. അപ്പോൾ നിങ്ങൾ മക്കൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഉണ്ടാക്കണതാവും. ഞാൻ ഉണ്ടാക്കണതൊന്ന് കാണിച്ചെന്ന് മാത്രം. വളരെ എളുപ്പമാണുള്ളത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഒന്ന് ഒരു കുറച്ച് വെള്ളം ഒന്ന് അടുത്ത് വെച്ചോളാം. അപ്പോൾ നമ്മുടെ കൈയൊന്ന് അതിൽ മുക്കിയാൽ ആദ്യത്തെ ഒരു മുക്കലേ വേണ്ടു കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്വല്പം എണ്ണ തേച്ചാലും മതി. ഞാനിപ്പോൾ എണ്ണയല്ല, വെള്ളം ഒരു ചെറിയ ഫോണിൽ ഞാനൊരു തരി വെള്ളം വയ്ക്കും. അപ്പോൾ ഞാൻ അതൊന്ന് കൈ മുക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടിട്ട് കൊടുക്കാം. വേഗം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഇങ്ങനെ ഒരു അരിപ്പയിൽ വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ വല്ല എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവുകയും ചെയ്തോളും. വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണത്. അവിടെ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും ചിലപ്പോൾ അപ്പൂന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇന്ന് എന്നോട് വിളിച്ച് കഴിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇഷ്ടമായി എൻ്റെ അപ്പൂ. അപ്പോൾ അങ്ങനെ എടുത്താണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പലയും വെളുത്തുള്ളിയൊക്കെ അതിലിട്ടിട്ടൊന്ന് മുരിച്ച് കിട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.